ഹലോ ഫ്രണ്ട്സ്, നല്ല രുചിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി എഗ് ബുർജി കട്ട്ലൈറ്റ് ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന് ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി, 1 ടീസ്പൂൺ ഇഞ്ചിയും കൂടെ പൊടിയായിട്ട് അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് നമുക്ക് 2 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞ കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 സവാള പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഉള്ളി ഒന്ന് വാടിക്കെട്ടാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ച് മസാല ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ ഗരം മസാലയാണ് ഇട്ടേക്കുന്നത്. 1 ടീസ്പൂണാണ് ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുള്ളൂ. 1.5 ടീസ്പൂണോളം നമുക്ക് ഇടാം. ഗരം മസാല ശകലം കൂടി നിൽക്കണം. അപ്പോൾ ഞാൻ ഇതിലോട്ട് മുട്ട ഒരു 5 എണ്ണം ഉപ്പിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തീ കൂട്ടി വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. തീ കൂട്ടി വെച്ച് നന്നായിട്ട് ഇളക്കി ഈ അരപ്പെല്ലാം കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്കതിനകത്ത് ഉപ്പും മസാലയൊക്കെ കുറവാണെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കണം. മുട്ട ഇതിലൊഴിക്കുന്നതിന് പകരം നമ്മൾ എണ്ണ ഒഴിച്ച് ചിക്കി ഇതിനകത്തേക്ക് ഇട്ടും വേണമെങ്കിൽ കൊടുക്കാം. പുഴുങ്ങി എടുത്തിട്ടായാലും നമുക്ക് ഇതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 3 മീഡിയം സൈസ് കിഴങ്ങ് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അതൊന്ന് ഉടച്ച് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. ഗരം മസാല ഞാൻ ഒരു 1/2 ടീസ്പൂണും കൂടെ ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ നമ്മൾ ഈ മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് കട്ട്ലറ്റിൻ്റെ രൂപത്തിൽ ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട്ലറ്റ് എല്ലാം ഈ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുട്ടയുടെ ബാറ്ററിൽ മുക്കിയിട്ട് ബ്രെഡിൻ്റെ പൊടിയിലും കൂടെ മുക്കി പൊരിച്ചെടുക്കാം.
അപ്പോൾ ഞാൻ മുട്ട മുക്കിയിട്ട് ബ്രെഡിൻ്റെ പൊടിയിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. നമുക്ക് ഈ കട്ട്ലറ്റിൻ്റെ ബാറ്റർ ചെറുതായിട്ട് നമുക്ക് പിടിക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്തേക്ക് കുറച്ച് ബ്രെഡിൻ്റെ പൊടി നമുക്കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കത് പൊതിഞ്ഞെടുക്കാം. അപ്പോൾ നമുക്ക് ഇതേ കണക്ക് എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കട്ട്ലേറ്റ് വറുത്തെടുക്കാനായിട്ട് നമുക്ക് ഒരു പാൻ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കാം. തോനെ എണ്ണയൊന്നും വേണ്ട, നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ മതി. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചതിന് ശേഷം ഈ കട്ട്ലേറ്റ് ഒരയുന്നതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കട്ട്ലേറ്റാണ്. വളരെ രുചികരമായിട്ട് നമുക്ക് വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നമ്മളെ വീഡിയോയ്ക്ക് ലൈക്ക് വളരെ കുറവാണ്. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഈ കട്ട്ലൈറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് തീ കുറച്ച് വെച്ച് തിരിച്ച് മറിച്ച് ഇട്ട് മൊരിച്ചെടുക്കാം ഇത്. അപ്പോൾ ദാണ്ടെ ഇതേ രീതിയിൽ മൊരിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി കോരി മാറ്റാം. അപ്പോൾ നമ്മൾ രുചികരമായ കട്ട്ലേറ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.